ആമേൻ, സ്തോത്രം. ഒന്ന് രണ്ട് ദൈവവചനങ്ങൾ വളരെ ശാന്തമായിട്ട് നിങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു ദൈവിക സന്ദേശം പറഞ്ഞ് ആമേൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, എനിക്കറിയാം സമയം ഒത്തിരി മുമ്പോട്ട് പോയി. ആമേൻ, ചുരുക്കത്തിൽ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിൽ ആഗ്രഹിക്കുന്നു. വായിക്കാമോ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ആമേൻ ചേർന്ന് പറഞ്ഞ് ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരിക്കൽ കൂടി വാകൊണ്ടെന്ന് പറഞ്ഞ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അടുത്ത ആഴ്ചയിൽ നമ്മളെല്ലാവരും ഈ വാക്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വാക്യങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ? ഓ ഗുഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ ആ കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എത്ര കുഞ്ഞുങ്ങൾ പഠിച്ചത്? അടുത്ത ആഴ്ചയിൽ ആശേർ വടവണ ഏറ്റവും ആദ്യം പറയണം. ജെനസിസ് ടു റെവലേഷൻ വീഡിയോ എടുത്ത് നമുക്ക് ചെയ്യണം. ആമേൻ. തിമോത്തി, ജെനസിസ് ടു റെവലേഷൻ കാണാതെ അടുത്ത ആഴ്ച വന്ന് ഇവിടെ പറയണം. എവലിന അവർ ഓൾറെഡി പാട്ടായി പറഞ്ഞു. കുഞ്ഞി ഇവ, എനിക്ക് അവരുടെ കുഞ്ഞിനെ വരത്തുള്ളൂ. ഇലാനെ ഇവാനെ എന്ന് നോക്കിക്കേ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അടുത്ത ഞായറാഴ്ച 10 തൊട്ട് 11 വരെയുള്ള സമയത്ത് നമ്മളിവിടെ ആവർത്തിച്ച് പറയും. പിന്നെ ആരോടാ ഞാൻ പറയാനുള്ളൂ? ഇപ്പോൾ ഇത്രയും പേരെ ഇവിടെ ഉള്ളൂ. ഓൺലൈനിൽ അതൊന്നും കൂടെ ആവർത്തിക്കുക. ആമേൻ, കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ വായിച്ചു ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഒരു വാക്യൂടെ വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8, 9. അടുത്ത വാക്യം 9, 10. ഒരു സെക്കൻഡ്. 1 കൊരിന്ത്യർ ലേഖനം, ഞാൻ 2 കൊരിന്ത്യർ എന്നാ പറഞ്ഞല്ലേ? 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം തൊട്ട്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അടുത്തത്, എന്നാൽ ഓരോരുത്തന് പൊതുപ്രയോജനത്തിനായി. അടുത്തത് തൊട്ട് ആത്മാവിൻ്റെ വരങ്ങൾ പറയാൻ പോകുന്നു. നമ്മൾ 2 കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങിൻ്റെ അനൗൺസ്മെൻ്റ് ചെയ്തതുപോലെ ആത്മാവിൻ്റെ ഫലവും ആത്മാവിൻ്റെ വരവും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് പഠിച്ച്, എനിക്ക് തോന്നുന്നു ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ പറ്റുന്നത്രോളം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആത്മാവിൻ്റെ ഫലം ഗലാത്യ ലേഖനം വായിച്ചു, 5-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. ആമേൻ. ആത്മാവിൻ്റെ വരങ്ങൾ, ആത്മാവിൻ്റെ ഫലമുണ്ട്. ചേർന്ന് പറഞ്ഞ ആത്മാവിന് ഫലമുണ്ട്, വരവുണ്ട്. ആത്മാവിന് ഫലമുണ്ട്, വരവുണ്ട്. ആത്മാവിൻ്റെ വരങ്ങൾ ഇപ്പം ബിയൂല വായിച്ചു തുടങ്ങി. അതിൻ്റെ 8-ാമത്തെ വാക്യം, ഒരുത്തിന് ആത്മാവിനാൽ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ജ്ഞാനം. 1-ാമത്തെ വരവാണ് ജ്ഞാനം. അടുത്തത് ആത്മാവ് ഒന്നാണ്, പക്ഷെ വേറൊരുത്തിന് എന്നാണോ ഉള്ളത്? പരിജ്ഞാനം. പറഞ്ഞു, ഒരാൾക്ക് ജ്ഞാനം, ഒരാൾക്ക് എന്താണ്? അടുത്തയാൾക്ക് അപ്പം ആത്മാവ് ഒന്നാണ്, അതേ ആത്മാവിനാൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു വരവാണ്. വിശ്വാസം. അടുത്ത വാക്ക് രോഗസൗഖ്യത്തിൻ്റെ വരം. 4 രോഗസൗഖ്യം. നമ്മൾ 4 പറഞ്ഞു: ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തി. നമ്പർ 5 വീര്യപ്രവർത്തികൾ. നമ്പർ 5 വീര്യപ്രവർത്തികൾ. നമ്പർ 6 മറ്റൊരാൾക്ക് പ്രവചനം. നമ്പർ 7 വിവേചനവരം. ചേർന്ന് പറഞ്ഞ്, വിവേചനവരം. മറ്റൊരാൾക്ക് ഭാഷാവരം.
അടുത്തത് ഭാഷയുടെ. അങ്ങനെ 9 വരങ്ങൾ ലിസ്റ്റായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഓക്കെ. അപ്പം ആത്മാവിൻ്റെ വരവും ഫലവും നിങ്ങൾക്ക് ഒരേ ആത്മാവിനാൽ എന്തൊക്കെ സംഭവിക്കുന്നു? ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തിയുടെ വരം, പ്രവചനം, വിവേചനം, ഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനം, ഭാഷകളുടെ വിവേചനം. ഇത് ആത്മാവിൻ്റെ വരങ്ങൾ. ചേർന്ന് പറഞ്ഞ ആത്മാവിൻ്റെ വരങ്ങൾ. മറ്റേത് ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇത് രണ്ടും കൂടെ വെളിപ്പെടേണ്ട സ്ഥലമാണ് ദൈവസഭ. ചേർന്ന് പറഞ്ഞ് ഇത് രണ്ടും കൂടെ വെളിപ്പെടേണ്ട സ്ഥലമാണ് ദൈവസഭ. നമ്മൾ ഈ ദിവസങ്ങളിൽ തെറ്റിപ്പോകരുത്. ദൈവവചനത്തെ അറിയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ നിങ്ങൾ ഈ മൊബൈൽ നോക്കിയിരിക്കുന്നവർ ഞാൻ വിശ്വസിക്കുന്നു ബൈബിളാണ് നോക്കിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അല്ല, അതല്ല ഞാൻ പറഞ്ഞ് നിങ്ങൾ മൊബൈൽ നോക്കുന്നത് ബൈബിളാണ് നോക്കുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ, ഈ ആത്മാവിൻ്റെ വരവും ആത്മാവിൻ്റെ ഫലവും ഒത്തൊരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ് ദൈവസഭ. അന്ന് പറഞ്ഞാൽ ഈ സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത് എന്നതാണ്? ആത്മാവിൻ്റെ വരം വെളിപ്പെടണം, ആത്മാവിൻ്റെ ഫലം വെളിപ്പെടണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇനിയും ആ കാര്യത്തിനകത്തോട്ടൊന്ന് വേഗം കയറാം. എല്ലാ കണ്ണുകളും ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, എൻ്റെ പരസ്യമായ പ്രാർത്ഥനയിൽ ഞാൻ പലതും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ വ്യക്തിപരമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില സമയങ്ങളുണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾ പ്രാർത്ഥിക്കും, എന്നാൽ ആത്മീയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിച്ച് ആ പ്രാർത്ഥിക്കുന്ന ആ പോയിന്റ് ആത്മാവിൻ്റെ ഫലത്തിനകത്തുള്ളതാണോ ആത്മാവിൻ്റെ വരത്തിനകത്തുള്ളതാണോ? കേട്ടില്ല, ഉറങ്ങരുത്. ആത്മാവിൻ്റെ ഫലത്തിനകത്തുള്ളതാണോ ആത്മാവിൻ്റെ വരത്തിനകത്തുള്ളതാണോ? രണ്ടും കാണണം. എന്നാലും ഞാൻ എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ, നമ്മുടെ ബോണഗേനായിരിക്കുന്ന ആൾക്കാരെല്ലാവരോടും പറയാം കേട്ടോ. രഞ്ജു ബ്രദറെ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കർത്താവേ എനിക്ക് സ്നേഹം വർദ്ധിക്കണേ, സന്തോഷം വർദ്ധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്നത് തന്നെ, കർത്താവേ എനിക്ക് ജ്ഞാനത്തിൻ്റെ വരം. ഇങ്ങോട്ട് കയറി വരുമ്പം തന്നെ സ്കാനിങ് മെഷീനകത്ത് സ്കാൻ ചെയ്യുന്നത് പോലെ പ്രവചനം വേണം, ഭയങ്കര രോഗം. അങ്ങനെ പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ട്? നിങ്ങളൊക്കെ ഭയങ്കര ആൾക്കാരാണ് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സത്യം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല? ഒന്നുമില്ല. ഞാനും സെഫി മാത്രമേ ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നിങ്ങളെല്ലാം, എനിക്ക് നിങ്ങളുടെ പാസ്റ്റായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇതുപോലൊരു സഭ വേറെ എങ്ങുമില്ല ചാ. ആമേൻ. പക്ഷേ ഇന്നത്തെ ആത്മീയ ലോകത്തെ മൊത്തം കേട്ടോ സിസ്റ്ററെ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്തിനായിരിക്കും മിൻസൺ ബ്രദറെ? പ്രവചനവരം, ഭാഷാവരം, രോഗശാന്തി, വീര്യപ്രവർത്തികൾ, അല്ലേ, വിവേചനം. അതൊക്കെ വേണ്ടെന്നല്ല പറഞ്ഞേ. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നേ? ഹൈലൈറ്റ് ചെയ്യുന്നേ. ആമേൻ. പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ഈ വരം എന്തിന്, ഫലം എന്തിന്? രണ്ട് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് നിർത്താം. വരം എന്തിന്? കാരണം ഇത് നമ്മൾ ചർച്ചയിൽ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര അപകടത്തിലേക്ക് ചാടും. ആമേൻ. ഫലം എന്തിന്, വരം എന്തിന്? എനിക്ക് ദൈവം ഒരു വരം തന്നത്, ദൈവം എനിക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചു. ആ ശുശ്രൂഷ എന്തിനാണ്? മറ്റുള്ളവരുടെ പൊതുപ്രയോജനത്തിന്. ബൈബിളിലെ വാക്യം പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ, എൻ്റെ പ്രയോജനത്തിനല്ല, മറ്റുള്ളവരുടെ
പൊതുപ്രയോജനത്തിന്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, നിങ്ങൾ ബർത്ത്ഡേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നത് പോലെ ആൾക്കാരെ മീറ്റിങ്ങിനകത്ത് ക്ഷണിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ കാര്യം എന്നാണെന്നറിയോ? എനിക്കറിയാം ഈ മീറ്റിംഗ് ചിലവരുടെ ലൈഫിനെ തിരിക്കുന്നതാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം വരങ്ങൾ എന്തിനാണ്? പൊതുപ്രയോജനത്തിന്. ചേർന്നെന്ന് പറഞ്ഞ് പൊതുപ്രയോജനത്തിന് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് ദൈവം ഒരു വരം, രോഗശാന്തിയുടെ വരം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ട്, താങ്ക് യു സ്റ്റെഫി, രോഗശാന്തിയുടെ വരം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരിക്കണമെന്നറിയാമോ? സ്റ്റെഫിയുടെ പേരിൻ്റെ മേളിൽ വലിയ കൊമ്പ് വർദ്ധിക്കാൻ വേണ്ടി അല്ല, മറ്റുള്ളവരുടെ പൊതുപ്രയോജനത്തിന്. ചേർന്ന് പറഞ്ഞ് പൊതുപ്രയോജനത്തിന്. ഹല്ലേലൂയ. ചേർന്ന് പറയാമോ? പൊതുപ്രയോജനത്തിന്. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ഓക്കെ, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. പിന്നീട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആമേൻ, സ്തോത്രം. ഈ വരം പൊതുപ്രയോജനത്തിനാണ്. എന്നാൽ ഫലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക? ഫലത്തിൻ്റെ പ്രത്യേകത, ഫലം ആരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്? ഒരു വൃക്ഷത്തെ കണ്ടാൽ അതിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഫലം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. അതായത് ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നെ കേട്ടേ, ദൈവവുമായിരിക്കുന്ന ബന്ധത്തിൽ വളരുന്നവനെ അവൻ്റെ അകത്തു നിന്നാണ് ഈ ഫലം എന്ത് ചെയ്യുന്നത്? വരുന്നത്. ആമേൻ. ഞാൻ ഒരു വരത്തെയും ചെറുതാക്കിയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വരങ്ങളെല്ലാം എൻ്റെ മേൽ പകരണേ എന്ന് പ്രാർത്ഥിക്കുന്നയാളാണ്. അപ്പോൾ തന്നെ ഈ വരങ്ങളെല്ലാം പൊതുപ്രയോജനത്തിനാകണം. നിങ്ങൾക്ക് ദൈവം ഒരു വരം തന്നിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഒരു വരം തന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പേരല്ല, എൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല, അത് പൊതുപ്രയോജനത്തിന്. ചേർന്ന് പറഞ്ഞേ, അത് പൊതുപ്രയോജനത്തിന്. കാരണം അപ്പം വരം ദൈവം നമുക്ക് നൽകുന്നത് എന്തിനാണെന്നറിയാമോ? പൊതുപ്രയോജനത്തിനാണ്. പറഞ്ഞേ, നമ്മൾ ഒരാളെ ഒരു പാർട്ടിക്കാരൻ ഒരു സ്ഥലത്ത് MLA ആയിട്ടോ MP ആയിട്ടോ തിരഞ്ഞെടുത്ത് നിർത്തുന്നത് അവൻ്റെ കാര്യം നേടാൻ വേണ്ടിയാണോ? അല്ല, അവനെ ആ ദേശത്ത് പൊതുവായിരിക്കുന്ന കാര്യങ്ങൾക്ക് അവൻ മുന്നിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അത്രയേ ഉള്ളൂ. ഒരു പ്രവചനവരം ഒരുവൻ്റെ മേൽ വീണാൽ, ജോമോൻ പ്രോഫറ്റായാൽ, ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ പ്രോഫറ്റാണ്. ജോമോൻ്റെ മേൽ ദൈവം രോഗശാന്തിയുടെ വരത്തെ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ജോമോൻ ചെല്ലുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ, നാളെ നിങ്ങൾ കാണുന്നത് ആരെയാണെന്നറിയാമോ? നമ്മളാണ് തെറ്റിപ്പോയത്. നമ്മൾ ആളെ എങ്ങനെയാണ് കാണുന്നത്? സ്റ്റെഫി പറയണോ ജോമൻ പാഷനെ എന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ചിലർ ഞാൻ കേട്ടിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞു, പാഷനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത്, പക്ഷേ പാസ്റ്റർ ഫോണിൽ കൂടി എന്ത് ചെയ്തു? ഞാൻ പറയുന്നു, പാസ്റ്റർ അല്ല ഇവിടെ ഉയരണ്ടേ, ദൈവത്തിൻ്റെ നാമമാണ് ഉയരേണ്ടത്. ചേർന്ന കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, എന്നിലൂടെ യേശുവിൻ്റെ മഹത്വമാണ് ഉയരേണ്ടത്, യേശുവിൻ്റെ മഹത്വമാണ് ഉയരേണ്ടത്. ഇവിടെ ഉയരേണ്ടത് ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു സ്ഥാപനത്തിൻ്റെ പേരല്ല ഉയരേണ്ടത്, ദൈവ മഹത്വം ഉയരണം. വരം നൽകിയത് പൊതുപ്രയോജനത്തിന്. നിങ്ങളുടെ കൂടെ ഇല്ല. പക്ഷേ ഫലം എവിടെയാണ് വരുന്നതെന്ന് അറിയാമോ? ചുമ്മാതെ ഫലം വരത്തില്ല. ഫലം വരുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ, ആ ഫലം വരുന്ന റൂട്ടെന്ന് പറയുന്നത് ക്രിസ്തുവും ദൈവവുമായിരിക്കുന്ന ബന്ധത്തിൽ വളരുന്നവൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്? ഫലം, റിസൾട്ട് വരുന്നത്. ഈ ഫലവും വരവും, ഗിഫ്റ്റും ഫ്രൂട്ടും അത് മാറിപ്പോകരുത്. നമ്മുടെ മുഴുവൻ എയിം എങ്ങോട്ടാണ്? ഗിഫ്റ്റ്. യെസ്, കർത്താവ് അത് തരും. ഈ ചർച്ചിനകത്ത് ഒരു വരത്തിനും, കൊരിന്ത്യ ലേഖനത്തിനകത്ത് പറയുന്നു, കൊരിന്ത്യ സഭയെ പറ്റി പറയുന്നു, എന്താ പറയുന്നത്? ഒരു വരത്തിനും, നിങ്ങളെ സഭയെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഒരു വരത്തിനും, ഒരു കൃപാവരത്തിനും. ഒന്ന് വായിച്ച മോളെ, 1-ാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. 1:8 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത്. ആമേൻ, സ്തോത്രം. ആ വാക്യം പറഞ്ഞു വായിച്ച മോളെ. 1:8. ആ 7-ാമത്തെ വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും. നിങ്ങൾ നോക്കിയേ, അപ്പം
ഈ കൊരിന്ത്യ സഭയിൽ എന്തുണ്ട്? അല്ലല്ല, നമ്മുടെ വേർഡ് വെച്ച് ഗിഫ്റ്റ് ഉണ്ട്. എന്നാ ഉണ്ട്? ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടുന്നുണ്ടോ? ഇത് കേൾക്കണം നിങ്ങൾ. ഇന്ന് നിങ്ങൾ ഇങ്ങനെ കേട്ട് പോകണം. കൊരിന്ത്യ സഭയിൽ എന്നാ ഉണ്ട്? ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് നോക്കിയേ, ഫ്രൂട്ട് ഉണ്ടോ എന്ന് നോക്കാവൊന്ന്. കൊരിന്ത്യ സഭയിൽ എന്നാ ഉണ്ട്? ഗിഫ്റ്റ് ഉണ്ട്. ഒരു കൃപാവരത്തിനും കുറവില്ല, 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 കുറവില്ല. ആമേൻ. പക്ഷെ 11-ാമത്തെ വാക്യം, ആ ചർച്ചിൽ തന്നെ നടക്കുന്ന സംഭവം 11. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ എന്നെ കേട്ടെ സിവിൻ ബ്രദറെ, ചർച്ചിൽ എന്നാ ഉണ്ട്? ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ ഫ്രൂട്ട്, കാരണം ബൈബിൾ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഇടയിൽ, പറ മലയാളത്തിൽ പറ, എന്നെ ഇങ്ങനെ നോക്കി, എല്ലാവരും എന്നെ നോക്കി ചിരിച്ച്. അതേ ചർച്ചിനകത്ത് എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്? ഗിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ശുശ്രൂഷ നടക്കുന്നുണ്ട്, കൃപാവരങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഇത് രണ്ടും കൂടെ ഒരേപോലെ കയറുന്നേ. ബൈബിളിലെ വേടാ ഞാൻ പറയുന്നേ. ഒരു വരത്തിനും ഒരു കൃപാവരത്തിനും കുറവില്ല. പക്ഷേ അതേ അധ്യായത്തിൽ അവരെ അഭിസംബോധന ചെയ്ത് പൗലോസ്ലീഹ പറയുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ എന്നാ ഉണ്ട്? പിണക്കം ഉണ്ടെന്ന് എനിക്ക് ക്ലേവയുടെ ആൾക്കാരാൽ അറിവ് കിട്ടിയിരിക്കുന്നു. അടുത്ത വാക്യം, 12-ാമത്തെ വാക്യം. എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനകത്ത് എന്നാ ഉണ്ട്? എന്നാ ഉണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് പറഞ്ഞേ, കർത്താവേ, ഗ്രൂപ്പിസം ഞങ്ങൾക്ക് വേണ്ട, ഗ്രൂപ്പിസം ഇതിനകത്ത് വേണ്ട. നിങ്ങൾ ഈ വചനം ധ്യാനിച്ചിട്ടുണ്ടോ? ഒരു വശത്ത് എന്നാ ഉണ്ട്? ഭയങ്കര ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. മറുവശത്ത് നമുക്കിനി നമ്മുടെ ഇടയിലോട്ടോ, ഞാൻ ജോമോൻ്റെ ടീം, ഇവിടെ പിന്നെ വേറൊരു ടീം ഇല്ല. ആമേൻ, ആമേൻ. ഞാൻ മാണി ഗ്രൂപ്പ്, ഞാൻ കോൺഗ്രസിൻ്റെ. കോൺഗ്രസ് എന്നൊറ്റ പേരാണ്, പക്ഷെ അതിനകത്ത് എന്തുമാത്രം ഗ്രൂപ്പ് ഉണ്ടോ ചാ? ഒത്തിരി അല്ലേ? ഒത്തിരി ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഗിഫ്റ്റ് ആൻഡ് ഫ്രൂട്ട്. ചർച്ചിൽ എന്നാ ഉണ്ട്? ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ വിൻസൻ ബ്രദറെ ഭയങ്കര ശോകമാണ്, ഭയങ്കര ശോകമാണ്. ഇത് മനസ്സിൽ വെച്ചോണേ. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ എന്നെ ഭാവിക്കരുത്. ഓ, എനിക്ക് തോന്നുന്നത് നിങ്ങളോട് ചർച്ച മൊത്തം കൂടെ ഒന്ന് കൂട്ടിയിരുത്തിട്ട് പറയണമായിരുന്നല്ലേ. നിങ്ങളുടെ ഇടയിൽ എന്നെ ഭാവിക്കരുത്, ഭിന്നത ഭാവിക്കരുത്. അപ്പൊ നോക്കിയേ, കൃപാവരങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം നമ്മൾ കൃപാവരങ്ങളുടെ ലിസ്റ്റ് എടുത്തായിരുന്നു. ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തി, പ്രവചനം, വിവേചനം, ഭാഷാവരം, ഭാഷകളുടെ വ്യാഖ്യാനം, പിന്നെ ഒത്തിരി കൃപാവരങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള സ്ഥലമാണ്, ഗിഫ്റ്റുള്ള സ്ഥലമാണ് കൊരിന്ത്യ സഭ. കൊരിന്ത്യ സഭ. അപ്പോൾ തന്നെ ഫലം അവിടെ എഴുതിയിരിക്കുന്നു. അവരിൽ നിന്നും പുറപ്പെടുന്ന ഫലം എന്നാന്ന്? നിങ്ങളുടെ ഇടയിൽ എന്നാ ഉണ്ട്? ഭിന്നതയുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്നാ ഉണ്ട്? പിണക്കമുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്നാ ഉണ്ട്? ഗ്രൂപ്പുണ്ട്. എഴുതി ഞാൻ പറഞ്ഞല്ല. നിങ്ങളുടെ ഇടയിൽ എന്നാ ഉണ്ട്? പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, കേഫാവിൻ്റെ, അതായത് പത്രോസിൻ്റെ പക്ഷക്കാരൻ, പൗലോസിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം. അങ്ങനെ പല സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരികയാണ്. പക്ഷെ പൗലോസ്ലീഹ ഓർപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. ഫലവും വരവും ഒരുപോലെ അകത്തു കയറണം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 5-ാമത്തെ അധ്യായത്തിനകത്താന്ന് തോന്നുന്നു, നിങ്ങളുടെ ഇടയിൽ എന്നാ നടക്കുന്നു? ദുർനടപ്പ്. നിങ്ങളുടെ ഇടയിൽ എന്നാ നടക്കുന്നു?
ദുർനടപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. എന്നാ ദുർനടപ്പ് എന്നാന്നറിയാമോ? അപ്പൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി, അയ്യോ അതെൻ്റെ പാവം. അത് അവിടെ എഴുതിയിരിക്കുന്ന അപ്പൻ്റെ രണ്ടാം ഭാര്യ എന്ന് എഴുതിയിരിക്കുന്നത്. എന്തു ആയിക്കൊള്ളട്ടെ, ദുർനടപ്പല്ലേ അത്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളതൊന്നും സഭയ്ക്കകത്തുണ്ടാകരുത്. സഭയ്ക്കകത്ത് വെളിപ്പെടണം, സഭയ്ക്കകത്ത് വെളിപ്പെടണം, സഭയ്ക്കകത്ത് വെളിപ്പെടണം. സ്നേഹത്തിൻ്റെ ആത്മാവ് വെളിപ്പെടണം, സന്തോഷത്തിൻ്റെ ആത്മാവ് വെളിപ്പെടണം, സമാധാനത്തിൻ്റെ ആത്മാവ് വെളിപ്പെടണം. പിണക്കമല്ല വെളിപ്പെടേണ്ടത്, ദീർഘക്ഷമ വെളിപ്പെടണം. ആമേൻ. അസൂയയല്ല വെളിപ്പെടേണ്ടത്, പരോപകാരവും വിശ്വസ്തതയും വെളിപ്പെടണം. ഭിന്നതയല്ല വെളിപ്പെടേണ്ടത്, സൗമ്യത വെളിപ്പെടണം. ഇന്ന് പകൽക്കാലം ഇത് വെളിപ്പെട്ടാൽ ഞാൻ പറയും, കർത്താവ് പറയും, ആ സഭ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സ്തോത്രം പറയാമെങ്കിൽ, പക്ഷേ ഞങ്ങൾ എന്ത് കേട്ടിട്ട് സ്തോത്രം പറയാനോ? വല്ലാത്തൊരു വിഷമം പോലെയൊക്കെ തോന്നുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ വരത്തേക്കാൾ കൂടുതൽ ഫലത്തിന് പ്രാധാന്യം കൊടുക്കണം. ഫലം വർദ്ധിച്ചാൽ നമ്മൾ അറിയാതെ അതിനകത്ത് വരം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഈ ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങളൊന്ന് വായിച്ചു. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം. ഞാൻ 1-2 വാക്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം, മതി. യേശു കർത്താവ് 12 പേരെ ഈരണ്ടായിട്ട് അയച്ചു, മറ്റൊരു 70 പേരെ ഈരണ്ടായിട്ട് അയച്ചു. എന്നതയച്ചേ? എന്തിനാ അയച്ചേ? ദൈവരാജ്യം പ്രസംഗിക്കാൻ അല്ലേ? ദൈവരാജ്യം പ്രസംഗിച്ചിട്ട് അവര് പോയി തിരിച്ചു വന്ന് യേശുവിനോട് പറയുന്ന വാക്കാണ്. ആ 70 പേർ എങ്ങനെ മടങ്ങി വന്നു? സന്തോഷത്തോടെ മടങ്ങി വന്നു. ഒരു മിനിസ്ട്രി കഴിയുമ്പോൾ, ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ, ഇന്നത്തെ പ്രസംഗം കൊള്ളാം, ഇന്ന് ഞാൻ പ്രവചിച്ചപ്പോൾ കൃത്യമായിരുന്നു, ഇന്ന് രോഗശാന്തി ഭയങ്കരമായിട്ട് സംഭവിച്ചു, ഡെലിവറൻസുകൾ സംഭവിച്ചു. ആമേൻ, സ്തോത്രം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ താങ്ക് യു ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷയിൽ എന്ത് സംഭവിച്ചു? അസാധാരണമായ വീര്യപ്രവർത്തികൾ, അസാധാരണമായ അത്ഭുതങ്ങൾ, ഭൂതങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? കീഴടങ്ങി. അടുത്ത വാക്ക് പറയുകയാണ്, അവൻ അവരോട്, സാത്താൻ പോലെ പിന്നൽ ആകാശത്തുനിന്നും വീഴുന്നത് എന്ത് ചെയ്തു? ഞാൻ കണ്ടു. അടുത്ത വേട് പറയുന്നു, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും. അടുത്ത വാക്ക് എങ്കിലും, ഈ 20-ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും നിങ്ങൾക്ക് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല. വാ തുറന്ന് പറഞ്ഞേ, ഗിഫ്റ്റിനകത്ത് നിങ്ങൾ സക്സസ് ആകുന്നതിലല്ല കാര്യം, സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പേരെഴുതുന്നതിലാണ് കാര്യം. ജോമോനെ, നീ പ്രസംഗിച്ച് നീ ഭയങ്കര സൂപ്പർ നാച്ചുറലായ ഒരാളാകുന്നതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നറിയാമോ? ദൈവരാജ്യത്തിൽ നിന്റെ പേര് കാണുന്നതാണ്. ഇന്ന് പകൽക്കാലം വായികളെല്ലാം തുറന്ന് പറഞ്ഞ, കർത്താവേ, എൻ്റെ അകത്ത് ഇനിയും നമ്മുടെ പ്രാർത്ഥന ചേഞ്ച് ചെയ്യണമെന്നല്ല, ഗിഫ്റ്റ് വേണം. ഞാൻ ഗിഫ്റ്റിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ രോഗശാന്തിയുടെ വരം അനുഭവിച്ചവനാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അനേകർക്ക് ദൈവം രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്, അതെനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ഭാഷാപരം ഉപയോഗിക്കുന്ന ആളാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ പ്രവചിച്ചത് ചിലരുടെ ലൈഫിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പ്രവാചകനാണ്, പ്രവചനം എനിക്കറിയാം. പ്രവചിച്ചത് ലൈഫിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ജ്ഞാനവും പരിജ്ഞാനവും ഭാഷയും സ്വപ്നവും എല്ലാം കർത്താവ് നൽകിയിട്ടുണ്ട്, വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങൾ ജ്വലിക്കുന്ന ഒരുവരാണ്. പൗലോസ്ലീഹ പറയുന്നു, എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കണം. കൃപാവരങ്ങൾ ജ്വലിക്കേണ്ടതാണ്. പക്ഷേ 12-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം, കൃപാവരത്തിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കുന്ന ഒരു മെസ്സേജ്. നമ്മൾ 12-ന്റെ ആദ്യത്തെ ചില വാക്യങ്ങളല്ല സിസ്റ്റർ വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം ഡീറ്റെയിൽ ആയിരിക്കുന്ന ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതെന്താ മെസ്സേജിനകത്ത് എഴുതിയിരിക്കുന്നത്? മൊത്തം കൃപാവരങ്ങളുടെ ഭയങ്കരം എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുക.
എല്ലാവരും പ്രവചിക്കുന്നില്ലയോ, എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലയോ എന്നെല്ലാം പറഞ്ഞിട്ട് 31-ാമതൊരു വാക്യം അതിനകത്ത് എഴുതി. നമ്പർ 31. എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വ്യാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം, ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ഒരു റൂട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചു തരാം. അതെന്നതാ വഴി? നിർത്ത്, ഒരു മിനിറ്റ്. 12-ാം അധ്യായം അവിടെ തീർന്നു. നമുക്ക് പഠിക്കാനും വായിക്കാനും വേണ്ടിയാ ഈ നമ്പറിട്ട് എഴുതി വച്ചിരിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞു ഈ വരങ്ങളെല്ലാം ശ്രേഷ്ഠ വരങ്ങളാണ്. എല്ലാവരും പ്രവചനവരം വാഞ്ചിക്കാൻ പറഞ്ഞു, എല്ലാം ചെയ്യാൻ പറഞ്ഞു. പക്ഷെ സഭയോട് പറഞ്ഞു അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു മാർഗത്തെ ഞാൻ കാണിച്ചു തരാം ബ്രദറെ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് 13-ാമത്തെ അധ്യായം തുടങ്ങുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളോ അത്ര. എന്താ പറഞ്ഞു വന്നേ? സകല കൃപാവരങ്ങളും ഒന്നിച്ചൊരു പാക്കറ്റിനകത്ത് വെച്ചാൽ ആ പാക്കറ്റിനെ കവർ ചെയ്യുന്ന ഒരു പേരെന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്നേഹമാണ്. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് ആ സ്നേഹം വർദ്ധിക്കട്ടെ. വൈഡപ്രഭന ജാലവർദ്ധരി. ഹല്ലേലൂയ. ഇവിടെ റിജോ ഇവിടെ ഒത്തിരി അവൾക്ക് കഴിക്കാൻ വേണ്ടി ഒത്തിരി സ്വീറ്റ് ആയിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ആളാണ് ഞാൻ. അവൾക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ അവൾ കഴിക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്താൽ പോട്ടെ, എന്നെ വിട്. സ്തോത്രം. ഒരാൾക്കുള്ള ആഹാരങ്ങൾ അവൾ കഴിക്കാൻ വെച്ചിരിക്കുന്നത് ആ കുഞ്ഞ് ക്രിസ്റ്റഫർ എടുത്താൽ നീ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് പറയും ഇത് എനിക്കേ ഉള്ളെന്ന് പറയുമോ? നീ പട്ടിണി ഇരുന്നാലും എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിന് കൊടുക്കത്തില്ലേ? യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, സ്നേഹത്തിൻ്റെ അകത്ത് എന്താ ക്രിസ്തോഫറുമായിട്ടുള്ള നിന്റെ ബന്ധം? അതൊരു സ്നേഹത്തിനേക്കാളും വലിയ ബന്ധമല്ലേ? ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുന്നു, വരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവസഭ വരങ്ങളെ എല്ലാത്തിനെയും ഓപ്പറേറ്റ് ചെയ്യുന്ന സഭയാണ്, കൃപാവരങ്ങളെ ശുശ്രൂഷിക്കുന്ന സഭയാണ്. അപ്പോൾ തന്നെ ദൈവസഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫലമാണ്. ഫലം 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 ഫലം. ഞാൻ ഭയങ്കര കൃപാവര ശുശ്രൂഷകരാണ്. പക്ഷെ ഞാൻ അത്യാവശ്യം നുണയും പറയും. ഒരു കാര്യം സത്യം ഞാൻ പറയത്തില്ല. വടക്കോട്ട് പോവാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ ഷെഫിയോട് പറയും വടക്കോട്ടാ പോകണമെന്ന് പറയുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? പക്ഷെ ഞാൻ ശുശ്രൂഷിക്കും. ഇതൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാം. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ യേശുവേ, കർത്താവ് ഇന്ന് പകൽക്കാലം ഒന്ന് കർത്താവിനോട് പറയും, കർത്താവേ കൃപാവരം വേണ്ടെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മരണകരമായ രോഗത്തിനകത്തുനിന്ന് രോഗസൗഖ്യം എന്ന കൃപാവരത്തെ ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. ഞാൻ കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ എല്ലാ വരങ്ങളും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിനകത്തുനിന്ന് ഉണ്ടാകേണ്ട ഫലങ്ങൾ പറഞ്ഞേ, ഫലം അത് വർദ്ധിക്കട്ടെ. ഒരജമാനൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷത്തിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ വന്നു? ഫലം കർത്താവ് ആരെ തിരഞ്ഞു വരുന്നു? ഫലം തിരഞ്ഞു വരുന്നു. പറഞ്ഞ് ഫലം കർത്താവ് തിരഞ്ഞു വരുന്നു. അന്യനോട് പറ നിൻ്റെ അകത്ത് സ്നേഹം കാണണമെന്ന് പറ. ഫലം തിരഞ്ഞു വരുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞ് കർത്താവ് തിരഞ്ഞു വരുന്നത്. ഞാനൊന്നും കൂടെ ഞാൻ പറയുന്നു, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെന്നെ മറ്റൊരു രീതിയിൽ പറയരുത്. നീ പ്രവചിക്കുന്നവളാണോ? അല്ല, നീ മാറി നിൽക്കേ. അതാണോ കർത്താവ് തിരഞ്ഞു വരുന്നത്? കർത്താവ് നിൻ്റെ മേലുള്ള പ്രവചനത്തെയാണോ തിരഞ്ഞു വരുന്നത്? കർത്താവ് നിൻ്റെ രോഗശാന്തി ശുശ്രൂഷയാണോ തിരഞ്ഞു വരുന്നത്? കർത്താവ് നിൻ്റെ ഭാഷാവരത്തെയാണോ? സിസ്റ്റർ നീ കണ്ണടച്ചാൽ വലിയ ദർശനയെ കാണുന്നുള്ളൂ. കർത്താവ് പറഞ്ഞാൽ അങ്ങനെയുള്ളവളെ എനിക്ക് വേണ്ടേ. സിസ്റ്റർ തന്നെ കാണുന്നത്. സിസ്റ്റർ പറയും എനിക്കൊന്നുമില്ല, കണ്ണടച്ച ഉറക്കം മാത്രമേ ഉള്ളൂ. കർത്താവ് പറയും നിന്നോട് മാറി നിൽക്കാൻ പറയുമോ? ഒരിക്കലുമില്ല.
ഒരിക്കലുമില്ല, 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 ഒരിക്കലുമില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം, കർത്താവ് തെരഞ്ഞു വരുന്നു, ഫലത്തെ തെരഞ്ഞു വരുന്നു. ചേർന്ന് പറഞ്ഞേ, ഫലത്തെ തെരഞ്ഞു വരുന്നു, ഫലത്തെ തെരഞ്ഞു വരുന്നു, ഫലത്തെ തെരഞ്ഞു വരുന്നു. നമ്മുടെ അകത്തുനിന്ന് സ്നേഹത്തെ, ഫലത്തെ, സന്തോഷത്തെ, സമാധാനത്തെ, ആനന്ദത്തെ, ഹല്ലേലൂയ, വിശ്വസ്തതയെ, സൗമ്യതയെ, ഇന്ദ്രജയത്തെ കർത്താവ് തെരഞ്ഞു വരുന്നു. ഇന്ന് പകൽക്കാലം ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ ലൈഫിനകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. എൻ്റെ ചിന്തയിൽ ഞാനിങ്ങനെ പറയാം, യജമാനൻ തെരഞ്ഞു വന്നു അത്തിവൃക്ഷത്തിനകത്തുനിന്ന് ഫലത്തിന് വേണ്ടി. പക്ഷേ ഫലമൊന്നും എന്ത് ചെയ്തില്ല, കണ്ടില്ല. അതിനെ ശുശ്രൂഷിക്കുന്ന ദാസൻ പറഞ്ഞു, യജമാനനെ വെട്ടിക്കളയരുത്. യജമാനൻ പറഞ്ഞു, കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? വരത്തേക്കാൾ കൂടുതൽ ഫലമകത്തുള്ളവനാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തുറന്നു തരുന്നത്. അതാണ് വചനം നമ്മൾ കേട്ടത്. ആമേൻ. ഭൂതങ്ങൾ നിനക്ക് അല്ല, സ്വർഗത്തിൽ നിന്റെ പേരെഴുതിനകത്ത് എന്ത് ചെയ്യണം? ആരെയാണ് ദൈവം വെട്ടിക്കളയുന്നേ? നിങ്ങൾ കേട്ടെ, ആരെ വെട്ടിക്കളയുന്ന പറഞ്ഞേ? ആ ബാക്കി എടുത്ത് വായിക്കാൻ പറ്റും? എനിക്കൊന്നും ലൂക്കോസ് 13 ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, വായിക്കണ്ട. ഫലം തെരഞ്ഞു വരുന്നു. ഫലമില്ലാത്തതിനെ കണ്ടപ്പോൾ രഞ്ജുവർദ്ധനെ എന്തു പറഞ്ഞു? അപ്പൊ ഞാൻ പറയുവാണ്, കർത്താവേ, ഞാൻ അയർലൻഡിൽ എല്ലാ ഞായറാഴ്ചയും 2 മണിക്കൂർ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, ജനത്തെ ആത്മാവിൽ ആനന്ദിപ്പിക്കുന്നുണ്ട്, പ്രവചിച്ചു, ഞാൻ രോഗശാന്തി ശുശ്രൂഷ നടത്തി. കർത്താവ് പറഞ്ഞു, വെട്ടിയേക്ക്, അവൻ്റെ അകത്ത് എന്നാ ഇല്ല? ഫലമില്ല. അതാണ് സ്തോത്രം 1 തൊട്ട് 30 അധ്യായം വരെ, 12 അധ്യായം 1 തൊട്ട് 30 അധ്യായം വരെ കൃപാവരങ്ങളുടെ വ്യത്യസ്തമായ കാര്യങ്ങൾ വളരെ വിശകലനം ചെയ്തിട്ട് പൗലോസ് ശ്ലീഹ പറയുന്നു, അതിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാർഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാം. ആ മാർഗം എന്നാണെന്നറിയാമോ? അടുത്ത വാക്ക് 13 അധ്യായം 1 വാക്യത്തിനകത്ത് എഴുതി, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും, ഭാഷാവരം നിനക്കുണ്ടെങ്കിലും, ദൂതന്മാരുമായി നിനക്ക് ഭയങ്കര കോൺട്രാക്ട് ആണെങ്കിലും, നിന്റെ അകത്ത് സ്നേഹമില്ല എങ്കിൽ, യേശുവേ, താങ്ക് യു ജീസസ്. യോഹന്നാൻ 15:2 എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 15:1 എഴുതിയിരിക്കുന്നു, ഞാൻ മുന്തിരിവള്ളി, അല്ലേ? യോഹന്നാൻ 15:1 വായിച്ചേ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അടുത്തത്, കായ്ക്കാത്തതിനെയൊക്കെ അവൻ എന്ത് ചെയ്യുന്നു? അടുത്തത്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ആരാ ചോദിക്കുന്ന? പാസ്റ്ററെ, എൻ്റെ പ്രാർത്ഥന മാത്രമെന്നെ കേൾക്കാത്ത, ഇപ്പോഴും ആ പ്രശ്നങ്ങൾ എന്നെ പരിഹാരം തരാത്ത കർത്താവ് പറയുന്നു, നിന്റെ അകത്ത് ഫലം വർദ്ധിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ചെത്തിക്കൊണ്ടിരിക്കുകയാ. ഈ ചെത്ത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ സങ്കടം എന്തിനാന്ന് ചോദിച്ചാൽ, നീ ഫ്രൂട്ട്ഫുൾ ആയി മാറാനാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വായകളെല്ലാം തുറന്ന് സഭ പറഞ്ഞേ, ഏത് പ്രതിസന്ധിയിലൂടെ പോയാലും ആമേൻ. ഇയ്യോബ് പറയുന്നു, ഞാൻ നല്ല പൊന്നു പോലെ പുറത്തു വരും. ഇന്ന് പകൽ എന്താ കഷ്ടതയുടെ കാരണം? റോമാലേഖനം 5 അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞാൻ കഷ്ടതയിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കഷ്ടതയാണെന്നെ ഇപ്പോൾ ഈ പ്രത്യാശയിൽ കൊണ്ടെത്തിച്ചേ. അതുകൊണ്ട് കഷ്ടതയിൽ പാടാൻ, കഷ്ടതയിൽ പ്രശംസിക്കാൻ ഇന്ന് പകൽക്കാലം കർത്താവ് ചിലതിനെ ചെത്തുന്നുണ്ട്. ബ്രദറെ, നിന്റെ ലൈഫിനകത്ത് നീ പോലും പ്രതീക്ഷിക്കാത്ത ചില ചെത്തലുകൾ വന്നില്ലേ? ഞാൻ പലപ്പോഴും ഓർത്ത്, കർത്താവേ, ഇന്ത്യയിൽ നിന്നിട്ട് ഞാൻ അനുഭവിക്കാത്ത വേദനകൾ, ഇന്ത്യയിൽ നിന്നിട്ട് ഞാൻ അനുഭവിക്കാത്ത സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ പല സമയങ്ങളിൽ ഈ രാജ്യത്ത് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം എടുത്തുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, എന്താണ് അതിന്റെ പിന്നിലെ കാര്യമെന്നറിയാമോ? ഈ ദേശത്ത് നീ ഫ്രൂട്ട്ഫുൾ ആകണമെന്ന്, ഈ ദേശത്ത് നീ ഫലവത്തായി മാറണമെന്ന് എന്റെ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ്. ഫലമുണ്ടാകാൻ ദൈവം ചിലതിനെ ചെത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ അടുത്ത കാര്യങ്ങൾ അടുത്ത ദിവസം കൂടെ ഞാനിത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇത് മറക്കരുത്. ഫ്രൂട്ടുണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, ആത്മാവിന് ഫലമുണ്ട്, ആത്മാവിന് വരവുണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? സമ്മേളിക്കുന്ന സ്ഥലമാണ് എല്ലാ ദിവസവും വിളിക്കാൻ പറയുന്നില്ല.
ആഴ്ചയിലൊന്ന് നിങ്ങളുടെ പാസ്റ്ററിനെ നിങ്ങൾ ഫോൺ ചെയ്യണം. ആഴ്ചയിലൊന്ന്. ഞാൻ വിളിച്ചാൽ നിങ്ങൾ എടുക്കത്തില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ നടുവിലുണ്ട്. പക്ഷേ ഈ വചനം പറയുന്നതുകൊണ്ട് ഞാനങ്ങ് ചേർന്ന് പറയുന്നു. ഇത് ഞാനങ്ങ് പ്രസംഗിക്കുക. ഒന്ന് ചിരിച്ചേ, ഒന്ന് അടുത്തൊന്ന് കൈ കൊടുക്കാൻ പറ്റുമോ? പുറകോട്ട് അവക്കൊന്ന് കൈ കൊടുത്ത് പുറകോട്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ആനന്ദം. എവിടെയെങ്കിലും പോയി കൈ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഇപ്പം കൈ കൊടുത്തു. ഇപ്പം കൈ കൊടുത്തു. ഈ സഭയ്ക്കകത്ത് 2 വരവും വേണം. കൊരിന്ത്യ സഭ കൃപാവരം എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാം അങ്ങനെയല്ലേ വായിച്ചേ? ഒരു കൃപാവരത്തിനും, ശ്രദ്ധിച്ച് 5 മിനിറ്റും കൂടെ, ഒരു കൃപാവരത്തിനും. പക്ഷേ ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ ഒരല്പം പ്രശ്നം വന്നു. ഭിന്നത, അസൂയ, ഭക്ഷം. പിന്നെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം തുറന്നടപ്പ്, അങ്ങനെ പലതുമുണ്ട്. ഇന്ന് പകൽ ഇതെല്ലാം വിട്ടോടാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിൽ കൊണ്ടിട്ടു. വരം ഫലം. ഇനി ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് എന്താ വേണ്ടത്? 2ഉം വേണം. പക്ഷെ കൂടുതൽ നീ ഊന്നൽ കൊടുക്കേണ്ടത് ആ റിസൾട്ട് വെളിപ്പെടട്ടെ. ഈ ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ സ്നാപകൻ പത്മോസിൽ കർത്തൃദിവസത്തിൽ വിവശതയിൽ കിടക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ സ്വർഗം എന്ത് ചെയ്തു? തുറന്ന സ്വർഗത്തിലൂടെ വരാൻ പോകുന്ന കാര്യങ്ങൾ അവന് വെളിപ്പെടുത്തി കൊടുത്തു. 7 സഭയുടെ ദൂതന് അങ്ങോട്ട് ലേഖനം കൊടുത്തു. ഓരോ സഭയും ഓരോ കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ പിന്നീട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേടാത്, ഞാൻ വേണം പ്രസംഗിക്കാം. അതിനകത്ത് എഫെസോസ് എന്ന് പറയുന്നൊരു ചർച്ചുണ്ട്. ആ ചർച്ചിനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 2:1, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തതും, അപ്പസ്വലന്മാരല്ലാത്തവരെ ഇന്ന് പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, സഹിഷ്ണുതയുള്ളതും സഹിച്ചതും തളർന്നു പോകാഞ്ഞതുമൊക്കെ അറിയുന്നു. എല്ലാം നല്ല ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് ഒരൊറ്റ വേർഡ് പറയുന്നു, നീ പ്രവചിച്ചില്ല എന്നല്ല പറഞ്ഞേ, നീ രോഗസൗഖ്യത്തിൻ്റെ ശുശ്രൂഷ നടത്തിയില്ലെന്നല്ല പറഞ്ഞേ, നിൻ്റെ അകത്തുനിന്ന് എന്ത് നഷ്ടപ്പെട്ടു? ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം. ചേർന്ന് പറഞ്ഞ്, ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം. റിയലി ഉണ്ടോ ഇപ്പോഴും? എൻ്റെ മുമ്പിൽ സ്റ്റെഫി ഇരിക്കുന്നുണ്ട്, ചോദിക്കട്ടെ, ആദ്യ സ്നേഹം എവിടെയോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുത്തുക. സ്നേഹമാ. ഇപ്പം എനിക്ക് രഹസ്യം പറയാൻ പറ്റത്തില്ല. ആദ്യ സ്നേഹം. 1 മിനിറ്റ് കണ്ണുകളെല്ലാം അടച്ച്. 3-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് 3-ാം അധ്യായത്തിൽ വന്ന് പറയുമ്പം ജീസസ്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൂതന്മാർ, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, ദൈവരാജ്യത്തിൽ നിൻ്റെ പേര് കിടക്കട്ടെ. ഇന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം പ്ലീസ്. ഫസ്റ്റ് ലവ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഫസ്റ്റ് ലവ്. യിരെമ്യാവ് 2-ാം അധ്യായം 1-ാം വാക്യം. എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ആ വേട് ഞാൻ പറയുന്നത്. യിരെമ്യാവ് 2-ാം അധ്യായം 1-ാം വാക്യം.
അത് തന്നെ. താങ്ക് യു ലോർഡ്. നീ ചെന്ന് യെരൂശലേമിനെ കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി. മരുഭൂമിയിൽ. അന്നേരം വേറെ ഒന്നുമില്ല കർത്താവ്, ഇതൊന്നും നടന്നാൽ മതി, ഇവിടെ ഒരു കൃഷി നടന്നാൽ മതി. അന്നേരം എന്ത് ചെയ്തു? നമ്മൾ ഭയങ്കര ഭക്തിയായിരുന്നു. നിങ്ങൾ കേട്ടെ, ഇറങ്ങി തിരിച്ച് ആദ്യ സമയത്ത് ഒന്നും കാണാനില്ല. അന്നേരം നമുക്ക് എന്ത് കൂടുതലായിരുന്നു? കാരണം എങ്ങനെയെങ്കിലും ഇതിനകത്ത് മരുഭൂമിയിൽ ഒരു വിത നടക്കണം. കർത്താവ് പറയുന്നു, തിരിച്ചങ്ങോട്ട് വരിക. ഇപ്പൊ മരുഭൂമിയെ നമ്മൾ മലർവാടിയാക്കി മാറ്റി. മരുഭൂമിയിൽ വിത നടന്നു. മരുഭൂമിയിൽ വലിയ സമ്പത്ത് നിന്റെ കയ്യിൽ കിട്ടി. കർത്താവ് പറയുന്നു, ആ കാലത്തേക്ക് നീ തിരിച്ചു വരിക. എനിക്ക് നിന്റെ ഇഷ്ടം, നിന്റെ ആ ഭക്തി എനിക്ക് വേണം. മരുഭൂമിയിൽ വിതയ്ക്കാത്ത സമയത്ത്, വിതയ്ക്കാത്ത ദേശത്ത് നീ അനുഗമിച്ചില്ലേ? ഒരു സാധ്യതയില്ലാഞ്ഞ സമയത്ത് നീ അനുഗമിച്ചില്ലേ? വിസാടെ ഒരു സാധ്യതയില്ലാഞ്ഞ സമയത്ത് നീ അനുഗമിച്ചില്ലേ? വല്ല രോഗമില്ലാഞ്ഞ സമയത്ത്, എന്ന് വെച്ചാൽ ആര് സഹായമില്ലാഞ്ഞ സമയത്ത് നീ എന്നെ അനുഗമിച്ചില്ലേ? പക്ഷെ തിരിച്ച് എനിക്ക് നിന്നെ വേണം. അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി. അടുത്ത വാക്ക് പറയുന്നു, വിവാഹം നിശ്ചയിച്ച സ്നേഹം. ഞാൻ പ്രൈസ് ദി ലോർഡ്. വിവാഹം നിശ്ചയിച്ച കാലത്തിലെ പണ്ടൊക്കെ ഏബ്രഹാം ഭാഷ പറഞ്ഞ പോലെ വിവാഹം നിശ്ചയിച്ചു. ഫോണൊക്കെ നമ്പരൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ തുടങ്ങി. ഇപ്പം വിളിച്ച സമയം പോകുന്നൊന്നും സ്റ്റെഫി പറയാം അറിയത്തേയില്ല. 29-40 മിനിറ്റൊക്കെ വർത്താനം പറഞ്ഞിട്ട് പറയുന്നത് മിസ്ഡ് കോളാണെന്നാണ് പറയുന്നത്. കാരണം അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനൊരു ദൂത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വാഗ്ദത്തം ഒന്നിച്ചിരുന്ന് പ്രാപിക്കണമെന്ന് പറഞ്ഞ് പിശാച്, അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം. നിങ്ങളുടെ റിലേഷൻ, ഭാര്യ ഭർത്തൃബന്ധത്തിനകത്ത് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകണം. ജീസസ്. ആദ്യകാലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കയറണം. ആദ്യകാലത്തിലേക്ക് വിവാഹം നിശ്ചയം ചെയ്ത നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും. ഞാൻ മൂന്നാമത്തെ വാക്യം, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധം, അവൻ്റെ വിളവൻ്റെ ആദ്യഫലവും. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ ആദ്യ സമയത്തേക്ക്, എനിക്കറിയത്തില്ല, ഫസ്റ്റ് ലവിലേക്കൊന്ന് കയറിക്കേ. കണ്ണുകൾ അടച്ചൊരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ?